എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCക്ക് BSc നഴ്സിംഗ് കോഴ്സ്, അതുപോലെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സ്, അതുപോലെ MSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് സെപ്റ്റംബർ 3-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഇന്നലെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ്, അത് താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണിവരെ അഡ്മിഷൻ @amcsfnck.com വഴി നിങ്ങൾക്ക് അറിയിക്കുന്നതിനായിട്ടുള്ള അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവസരത്തിൽ പരാതികൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും അറിയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ അപ്ലിക്കേഷനിൽ വേണ്ട തിരുത്തലുകളും കാര്യങ്ങളൊക്കെ AMCS FNCക്ക് ആവശ്യമെങ്കിൽ വരുത്തിയതിന് ശേഷം വിദ്യാർത്ഥികളുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് നാളെ, അതായത് സെപ്റ്റംബർ 3-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ ഏകദേശം രാവിലെയോടെ അല്ലെങ്കിൽ വൈകുന്നേരത്തോടെ ആയിരിക്കും ഈ ഒരു AMCS FNCക്കയുടെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള ഒരു റാങ്ക് ലിസ്റ്റ്, അതായത് മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ശേഷം നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് സെപ്റ്റംബർ 8-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ഇവിടെ amcsfnck.com എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം അഡ്മിഷൻ 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അവിടെ അഡ്മിഷൻ 2025-26 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് ഇവിടെ BSc നഴ്സിംഗ് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മെയിൻ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം ഇവിടെ റാങ്ക് ലിസ്റ്റ്, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്നുള്ളതിന് പകരം റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് എങ്ങനെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ടൈ ബ്രേക്ക് നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓപ്പൺ മെറിറ്റ്, അതുപോലെ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, റിലീജിയസ് നൺസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പൺ മെറിറ്റിൽ എല്ലാ വിദ്യാർത്ഥികളും ഉൾപ്പെടും. അപ്പോൾ ഇത് നിലവിൽ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ആണെങ്കിലും അടുത്ത മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് ഇതിൽ ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുള്ളൂ. അല്ലാതെ റാങ്ക് ലിസ്റ്റിൽ പ്രത്യേകിച്ച് അങ്ങനെ കൂടിയ മാറ്റങ്ങളൊന്നും വരുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ, അത് നിങ്ങൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണോ പരിശോധിച്ചത് ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ മെയിൻ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുക. അതുപോലെ തന്നെ അതേപോലെ തന്നെയാണ് ഈ ഒരു മെയിൻ റാങ്ക് ലിസ്റ്റും പരിശോധിക്കുന്നത്. ഇനി ഇതിൽ എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്ക് നോക്കിയിട്ടാണ് ഈ ഒരു നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഫിസിക്സ് 120-ലാണ് വരുന്നത്, അതുപോലെ തന്നെ കെമിസ്ട്രിയും 120-ലാണ് വരുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ബയോളജിയും 120-ലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 120-ൽ വരുന്ന മാർക്കിനെ ഈ ഒരു 1.2 കൊണ്ട് ഹരിച്ചിട്ട് അതിനെ 100-ലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ 100-ലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം അതിൻ്റെ കൂടെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 120-ലേക്ക് 120-നെ 100-ലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 + 100 + 100 + 100 എന്നാണ് വരിക. അപ്പോൾ ഈ രീതിയിലാണ് ഇംഗ്ലീഷിൻ്റെ മാർക്ക് നിങ്ങൾക്കറിയാം 100-ലാണ് വരിക. അങ്ങനെ ടോട്ടലായിട്ട് 400-ലാണ് വരിക. അപ്പോൾ 400 ഹരിക്കണം ഈ ഒരു 4 എന്ന് വെച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിങ്ങനെ 4 സബ്ജക്റ്റാണുള്ളത്. അപ്പോൾ അതിനെ 4 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 കിട്ടുന്നത് ആയിരിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇൻഡെക്സ് മാർക്ക് സെയിം ഇൻഡെക്സ് മാർക്ക് തന്നെയാണ് പല വിദ്യാർത്ഥികൾക്കുള്ളതെങ്കിൽ അതിൽ എങ്ങനെയാണ് ഈ ഒരു ഓപ്പൺ മെറിറ്റ് റാങ്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും, അതായത് കമ്മ്യൂണിറ്റി റാങ്കോ അല്ലെങ്കിൽ ഈ ഒരു അതായത് റിലീജിയസ്നെസ് ആ ഒരു വിഭാഗത്തിലുള്ള റാങ്കോ എങ്ങനെയാണ് നോക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 4 വിദ്യാർത്ഥികളുടെ റാങ്ക് നോക്കുമ്പോൾ, റാങ്ക് അല്ല ഇൻഡെക്സ് മാർക്ക് നോക്കുമ്പോൾ 100-ആണ്. അപ്പോൾ ഈ ഒരു 100 എങ്ങനെയാണ് ഇവിടെ ഓരോ വിദ്യാർത്ഥിയും 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംശയം പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സെയിം ഇൻഡെക്സ് മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ സെയിം ഇൻഡെക്സ് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആദ്യം, അതായത് നിങ്ങൾക്ക് സെയിം ആ ഒരു ഇൻഡെക്സ് മാർക്കാണ് ഉള്ളതെങ്കിൽ ആദ്യം നോക്കുന്നത് നിങ്ങൾക്ക് ആർക്കാണ് ഈ ഒരു ബയോളജിക്ക് കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ് നോക്കുക. ബയോളജിക്ക് ആർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബയോളജി നോക്കിയ ശേഷം അത് സെയിം ആണ്, രണ്ടാൾക്കും സെയിം, അതായത് ആ ഒരു സെയിം ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികളിൽ 2 വിദ്യാർത്ഥികൾക്കും ബയോളജിക്ക് സെയിം മാർക്കാണ് വരുന്നതെങ്കിൽ
പിന്നീട് ആ ഒരു വിദ്യാർത്ഥിയുടെ കെമിസ്ട്രിയുടെ മാർക്ക് നോക്കും. ഇതും നോക്കിയിട്ട് സെയിം ആണെങ്കിൽ പിന്നീട് ഈ ഒരു ഫിസിക്സിൻ്റെ മാർക്ക് നോക്കും. അതിനുശേഷം ഇതും സെയിം ആണെങ്കിൽ പിന്നീട് ഇംഗ്ലീഷിൻ്റെ മാർക്ക് നോക്കും. ഇതും സെയിം ആണെങ്കിൽ പിന്നീട് വയസ്സ് നോക്കും. ആർക്കാണ് വയസ്സ് കൂടുതൽ അവർക്കാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ മുൻഗണന പ്രകാരം കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും ഈ ഒരു മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു മെയിൻ അലോട്ട്മെൻറ്റ് നാളെ, അതായത് സെപ്റ്റംബർ 3 പ്രസിദ്ധീകരിക്കും. അതുപോലെ സെപ്റ്റംബർ 8 നിങ്ങളുടെ മെയിൻ അലോട്ട്മെൻറ്റിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഏകദേശം 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതും ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.